ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ മഹാകൃപ കൊണ്ട് നമ്മൾ ആദ്യം മുതൽ പഠിക്കാനുള്ള ഒരവസരം ഗുരുവായൂരപ്പൻ, ശ്രീ അനന്തപത്മനാഭൻ, ഭഗവാൻ, വിഷ്ണു, കൃഷ്ണൻ, നാരായണൻ നമുക്ക് തന്നിരിക്കുകയാണ്. മഹാ സൗഭാഗ്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവിടെ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും ഓർക്കുന്നു. എപ്പോഴും നമ്മൾ ഓർക്കണം ഈ ഒരു കാര്യം. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അമല പുരാണമാണ്, അമൂല്യമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അതിനപ്പുറത്താണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ആ ഒരു മഹാത്മ്യം. ഭഗവാൻ കൃഷ്ണന്റെ അവതാരം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ഹരിനാമമായിട്ട് കൃഷ്ണൻ അവതരിക്കുന്നു കലിയുഗത്തിൽ, അതേപോലെ ശ്രീമദ് ഭാഗവതമായിട്ടും അദ്ദേഹം ഗ്രന്ഥരൂപത്തിലുള്ള കൃഷ്ണന്റെ അവതാരമാണ്. അപ്പോൾ ആ ഒരു കൃഷ്ണന്റെ അവതാരമാവുന്ന ശ്രീമദ് ഭാഗവതം എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ പഠിക്കുക, കേൾക്കുക എന്ന് പറയുന്നത് അത് എത്രയോ ജന്മജന്മാന്തരങ്ങളുടെ സുകൃതിയാണ് നമുക്ക് എന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം സുകൃതിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ മഹാസൗഭാഗ്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ മഹാസൗഭാഗ്യം നമുക്ക് തന്നിട്ടുള്ള ഭഗവാനോടും ഗുരുജനങ്ങളോടും പ്രത്യേകിച്ചും ശ്രീല പ്രഭുപാദനോടും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങാൻ പോകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനി. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधारा श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरु दीनतारिणम्. പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമേശ്വരം. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി എന്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. ശ്രീമദ് ഭാഗവതം ശ്രീല വ്യാസദേവൻ അദ്ദേഹമാണ് ഇത് നമുക്ക് തന്നിട്ടുള്ളത്. ശ്രീല ശുകദേവ് ഗോസ്വാമിയുടെയും പരീക്ഷിത് മഹാരാജാവിന്റെയും ആ ഒരു സംവാദം അദ്ദേഹം ശ്രീമദ് ഭാഗവത രൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്നു. വ്യാസദേവൻ ഭഗവാൻ കൃഷ്ണന്റെ ശക്തിയാവേശ അവതാരമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ശ്ലോകം നോക്കുവാണെങ്കിൽ, ശ്ലോകത്തിന്റെ എണ്ണം പറയുവാണെങ്കിൽ 18,000 ശ്ലോകങ്ങൾ മേലെയുണ്ട്. ചില സ്ഥലങ്ങളിൽ പറയുന്നു അതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും നമ്മൾ റെഫർ ചെയ്യുന്ന ഗ്രന്ഥത്തിൽ ഉള്ള ശ്ലോകങ്ങൾ ഏകദേശം കണക്ക് നോക്കുവാണെങ്കിൽ 18,000 ചില്ലാനമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ 10 വിഷയങ്ങളുണ്ട്.
10 വിഷയങ്ങളെ പ്രതിപാദിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയില് 5 വിഷയങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഭഗവത്ഗീതയിലെ 5 വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഭഗവത്ഗീതയിൽ നമ്മൾ പരമാത്മാ ജീവ പരമാത്മാവ് കാലം കർമ്മം കർമ്മം പ്രകൃതി പ്രകൃതി. ഓക്കെ, പഞ്ചായി. ശരി, താങ്ക് യു. ഇതാണ്. ഓക്കെ, ഇത് പ്രഭു സർഗം വിസർഗം ഒക്കെ അല്ലയോ? സർഗം വിസർഗം പോഷണം അങ്ങനെ 10. ഹരേ കൃഷ്ണ. ഓക്കെ, എല്ലാവർക്കും മാതാജി അറിയുന്ന പോലെ അറിയുന്നുണ്ടാവില്ല. ഞാനത് പറഞ്ഞു തുടങ്ങട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, 5 വിഷയങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. ആചാര്യന്മാർ പറയുന്നു, ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് വിഷയങ്ങൾ എന്നുള്ളത്. അല്ല, സോറി, ഭഗവത്ഗീതയിൽ 5 വിഷയങ്ങളാണ്, ഭാഗവതത്തിൽ 10 വിഷയങ്ങളാണുള്ളത്. ആ 10 വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഭാഗവത്തിൽ ഇവിടെ പറയുന്നുണ്ട്. അത്ര സർഗ വിസർഗശ്ച സ്ഥാനം പോഷണം ഉദയ മന്വന്തര ഈശാനുകഥ നിരോധ മുക്തിർ ആശ്രയ. 10 വിഷയങ്ങൾ പറയുന്നു. ഇത് 2-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. 2:10:1 അവിടെ ആണ് ഈ ശ്ലോകം കോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 10 വിഷയങ്ങളെ കുറിച്ച്. എന്തൊക്കെയാണ് 10 വിഷയങ്ങൾ? ഇപ്പോൾ ജ്ഞാനാംബിക മാതാജി പറഞ്ഞ പോലെ സർഗം വിസർഗം എന്നുള്ളതൊക്കെ. സർഗ വിസർഗ സ്ഥാനം പോഷണം ഊതി മന്വന്തര ഈശാനുകഥ നിരോധ മുക്തിരാശ്രയം. 10. ഇതെന്തൊക്കെയാണ്? സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി. അത് ഏത് സൃഷ്ടിയാണ്? മഹാവിഷ്ണു ചെയ്യുന്ന സൃഷ്ടി. അതായത് ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുന്ന ആരാണ്? ഭഗവാൻ മഹാവിഷ്ണുവാണ്. അല്ലെ? പുരുഷാവതാരങ്ങൾ. എല്ലാവർക്കും അവതാരങ്ങളെ, ഭഗവാന്റെ വിസ്തരണങ്ങളെ അറിയുമോ? ഭഗവാന്റെ വിസ്തരണങ്ങൾ എങ്ങനെയാണ്? വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനാണ് മൂലകാരണം, ആദി പുരുഷൻ. ഗോവിന്ദം ആദി പുരുഷം തമഹം ഭജാമി. അല്ലെ? നമ്മൾ ബ്രഹ്മസംഹിതയിൽ ഭഗവാനെ സ്തുതിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഭഗവാനാണ് സ്വയം ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിസ്തരണമാണ് ബലരാമൻ. ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണമാണ് ബലരാമൻ. ബലരാമനിൽ നിന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു 4 വ്യക്തികൾ വരുന്നു. വാസുദേവൻ, സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ 4 പേരെ ചതുർവ്യൂഹം എന്ന് പറയുന്നു. ആദ്യത്തെ ചതുർവ്യൂഹം. ഇതുപോലെ ഒരു ചതുർവ്യൂഹം കൂടെ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചതുർവ്യൂഹത്തെ ആദ്യത്തെ ചതുർവ്യൂഹം എന്ന് പറയുന്നു. ആരിൽ നിന്ന് വരുന്നു? ബലരാമനിൽ നിന്ന്. കൃഷ്ണനിൽ നിന്ന് ബലരാമൻ ആദ്യത്തെ വിസ്തരണം. ബലരാമനിൽ നിന്ന് ചതുർവ്യൂഹം 4 പേര്. ഇനി 4 പേരിലെ സംഘർഷണൻ എന്ന് പറഞ്ഞു. ആ സംഘർഷണന്റെ പേര് മൂലസംഘർഷണൻ എന്നാണ് പറയുന്നത്. എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്കും പേനയും പെൻസിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീമദ് ഭാഗവതവും കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഭാഗവതം ഉള്ളവർ കയ്യിലെടുക്കുക. മറ്റുള്ള ഇപ്പോൾ എന്തായാലും ഭാഗവതം നമ്മൾ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ശ്ലോകം വായിച്ചു തുടങ്ങിയിട്ടില്ല. ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. എന്നാൽ നോട്ട്ബുക്കും പെന്നും എപ്പോഴും നമുക്ക് കൂടെ വെക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അത് പഠിക്കാൻ നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രഭുപാദ് എപ്പോഴും പറയും, വളരെ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടു കൂടി ഒന്നാമത് നമ്മൾ ഇതിനെ കാണണം. 2, ശ്രദ്ധയോടുകൂടി നമ്മളത് സമയം കണ്ടെത്തി ആത്മാർത്ഥതയോടുകൂടി പഠിക്കണം എന്നാണ് പ്രഭുപാദ് എപ്പോഴും പറയുന്നത്. ആത്മാർത്ഥതയോടുകൂടി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് കിട്ടുന്നത്? റിസൾട്ട് എന്തായിരിക്കും? നല്ല റിസൾട്ട് കിട്ടും, നല്ല മാർക്ക് കിട്ടും, അല്ലെ? അപ്പൊ ആത്മാർത്ഥത എല്ലാ മേഖലകളിലും ആവശ്യമാണ്. അപ്പോൾ ഭക്തിയുത സേവനങ്ങളാണെങ്കിലും നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലാണെങ്കിലും തീർച്ചയായിട്ടും ആത്മാർത്ഥത വേണം. ആത്മാർത്ഥതയിലാണ് നമുക്ക് ഭഗവാന്റെ കൃപ ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുന്നത്. ദാമോദര ലീല എല്ലാവർക്കും അറിയാം. ദാമോദര മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാമോദര ലീല വളരെ ഫേമസ് ആയിട്ടുള്ള ഭഗവാന്റെ ഒരു ലീലയാണ്. ദാമോദര ലീലയിൽ യശോദറാണി കൃഷ്ണനെ കെട്ടാൻ നോക്കുന്ന സമയത്ത്, വിരലിൽ കെട്ടാൻ നോക്കുന്ന സമയത്ത് എപ്പോഴും 2 വിരലിന്റെ അകലത്തിൽ കയറിന്റെ നീളം കുറവായിരുന്നു എന്ന് പറയുന്നു, അല്ലെ? എത്രയോ കയർ കൊണ്ടുവന്നു. ഗോകുലത്തിലെ എല്ലാ വീടുകളിൽ നിന്നും, ഗ്രാമത്തിലെ എല്ലാ വീടുകളിൽ നിന്നും കയർ കൊണ്ടുവന്നു, കെട്ടി നോക്കി.
അപ്പോഴും ഈ 2 വിരലിന്റെ വലുപ്പത്തിൽ കുറവ് അവിടെ കാണുന്നു. അവിടെ നമ്മുടെ ആചാര്യന്മാര് പറയുന്നു, ശ്രീമദ് ഭാഗവതവും പറയുന്നുണ്ട്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ട് 2 വിരല്? ഒന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രയത്നം, പരിശ്രമം, നമ്മുടെ പ്രയത്നം, ഭക്തി. അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൃപ. രണ്ടും അത്യാവശ്യമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും, ഭൗതികമാവട്ടെ ആധ്യാത്മിക കാര്യമാവട്ടെ, ഈ 2 കാര്യം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കും ഭഗവാന്റെ റോൾ എന്താണ്? ഇപ്പൊ പരീക്ഷ എഴുതുന്ന കുട്ടി വിചാരിക്കുന്നു, സ്കൂളിൽ പരീക്ഷ എഴുതുന്നു, കോളേജിൽ പോയി നമ്മൾ എക്സാം എഴുതുന്നു, എത്രയോ പരീക്ഷകൾ നമ്മൾ എഴുതുന്നു. പഠിച്ചുകൊണ്ട് മാത്രമായോ? ഇല്ല. അവിടെ പോയി എഴുതാൻ നമുക്ക് പേപ്പർ കിട്ടുന്ന സമയത്ത് അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കണ്ടേ? ആ സമയത്ത് ഓർമ്മ വരണം. ആദ്യം ഓർമ്മ വരണം. നമുക്ക് ഓർമ്മ വന്ന കാര്യം പേന കൊണ്ട് എഴുതാൻ നമുക്ക് സാധിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കയ്യിന് വയ്യാതെയായി, എഴുതാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ല, എഴുതാൻ പറ്റൂല്ല. ഇതെല്ലാം വേണം അല്ലെ? ഇതെല്ലാം കൂടെ എങ്ങനെ വരുന്നു? അതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അവിടെ ആ നമ്മൾ ചെയ്യുന്ന കാര്യം സക്സസ് ആവുന്നത്. ഇല്ലെങ്കിൽ സക്സസ് ആവില്ല. ഇവിടെ പഠിക്കുന്ന കാര്യം മുതൽ എടുക്കുവാണെങ്കിൽ, നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കുവാണ് മനസ്സിലാക്കാൻ വേണ്ടി. പഠിക്കുന്നതാണെങ്കിൽ, ഒരു കുട്ടി പഠിക്കുവാണെങ്കിൽ, പഠിക്കുമ്പോൾ ഓർമ്മ വരിക, വായിക്കുന്ന കാര്യങ്ങൾ ഓർക്കാൻ നമ്മളെ സഹായിക്കുന്നു. മെമ്മറി, അത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ഭഗവാനാണ് സഹായിക്കുന്നത് അല്ലെ? അപ്പോൾ പഠിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും, അല്ലെങ്കിൽ അത് കാണാപ്പാഠം പഠിക്കുകയാണോ, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുകയാണോ, എങ്ങനെ പഠിക്കുകയാണെങ്കിലും നമ്മുടെ മെമ്മറിയിലേക്ക് അത് ഭഗവാനാണ് അത് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി തോന്നിപ്പിക്കുന്നതും ഭഗവാനാണ്. പുസ്തകം എടുത്ത് കയ്യിൽ പിടിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഭഗവാനാണ്. ഈ കണ്ണ് തന്നിട്ടുള്ളത് ഭഗവാനാണ്. കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നു, വായിക്കുന്നു, കേൾക്കുന്നു, ഇതെല്ലാം ഭഗവാനാണ്. എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകണം, ഇപ്പൊ കാല് ഉപയോഗിച്ച് നടന്നു പോകുന്നു, അപ്പോഴും ഭഗവാന്റെ കാരുണ്യം വേണം അവിടെ. പിന്നെ അത് ബസ്സിൽ പോയാലും എങ്ങനെ പോയാലും അവിടെ എത്തുന്നു, ക്ലാസ്സിൽ പോകുന്നു, ഇരിക്കുന്നു, അപ്പോഴും കാരുണ്യം വേണം. അതിനുശേഷം പേപ്പർ കിട്ടുന്നു, പിന്നെ എഴുതാൻ പോകുന്നു. എല്ലാ സ്ഥലത്തും ഭഗവാന്റെ കൃപ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ആ കാര്യം നടക്കില്ല. അങ്ങനെയാണ്. ഇത് ചെറിയൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ പറയുന്നു, ഭൗതിക തലത്തിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇതേപോലെ തന്നെയാണ് ആധ്യാത്മിക കാര്യങ്ങളിലും നമ്മുടെ പ്രയത്നം അത്യാവശ്യമാണ്. പ്രയത്നം ഉണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലെങ്കിലും ഭഗവാന്റെ കൃപയുണ്ട്. കൃപ എല്ലാവർക്കും ഉണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ കൃപയെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ അതിനെ പ്രയത്നിക്കുമ്പോഴാണ് ശരിക്കും ഭഗവാന്റെ കൃപ നമ്മൾ തിരിച്ചറിയുന്നത്. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, സമൂഹം സർവഭൂതേഷു, ഞാൻ എല്ലാവർക്കും ഒരേപോലെയാണ്, എല്ലാവരെയും ഞാൻ ഒരേപോലെ കാണുന്നു. പക്ഷെ അവിടെ തന്നെ പറയുന്നുണ്ട്, അതായത് ആരാണോ എന്നെ ഭജിക്കുന്നത് അവര് എന്റെ വളരെ പ്രിയപ്പെട്ടതാണെന്ന് പറയും അല്ലെ? അപ്പോൾ എന്തുകൊണ്ട് ഭഗവാൻ അവിടെ പക്ഷാഭേദം പറയുന്നതാണോ? അല്ല, എല്ലാവരും ഒരേപോലെയാണെന്ന് ആദ്യം പറയുന്നു. പക്ഷെ ആരാണോ എന്നെ ആരാധിക്കുന്നത്, എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ളത്, അവര് ഞാൻ സ്പെഷ്യൽ ആയിട്ട് അവരുടെ കാര്യം നോക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊരു പാർഷ്യാലിറ്റി അല്ല. ഇത് ഭാഗവതത്തിൽ ഇനി മുന്നോട്ട് 7ാമത്തെ സ്കന്ധത്തിൽ എത്തുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. അല്ലെങ്കിൽ ഭാഗവതത്തിൽ നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ്. നാരദമുനിയോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഇങ്ങനെ ഭഗവാൻ ദേവതമാരുടെ കൂടെ എപ്പോഴും നിൽക്കുന്നത്? എന്തുകൊണ്ട് അസുരന്മാരുടെ കൂടെ നിൽക്കുന്നില്ല? ഭഗവാൻ സമൂഹം സർവഭൂതേഷു അല്ലേ? അങ്ങനെ പറയുന്ന ആളെ എന്തുകൊണ്ട് പക്ഷാഭേദം കാണിക്കുന്നു? ആക്ച്വലി പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒരു 7ാമത്തെ സ്കന്ധത്തിന്റെ ആദ്യത്തെ അധ്യായം ഇത് തന്നെയാണ്. ഭഗവാൻ പക്ഷാഭേദം ഉണ്ടോ ഇല്ലേ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര് തന്നെ. അപ്പൊ അവിടെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിയർലി പറയുന്നുണ്ട്, ഭഗവാൻ ആരുടെ സൈഡ് പിടിക്കുന്നതല്ല. അത് ഭഗവാന്റെ ഭക്തരോട് ഇപ്പോൾ എപ്പോഴും പറയുന്ന വേറൊരു ഉദാഹരണമാണ് നമ്മുടെ ആചാര്യന്മാര്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് എല്ലാ കുട്ടികളെയും ഒരേപോലെ പഠിപ്പിക്കുന്നു. 50 കുട്ടികൾ സ്കൂളിലുണ്ടെങ്കിൽ, ക്ലാസ്സിലുണ്ടെങ്കിൽ 50 പേരെയും ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അതിൽ കുറച്ച് കുട്ടികൾ അനുസരണശീലമുള്ള കുട്ടികളുണ്ടാവും. ചില കുട്ടികൾ വളരെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും. ഹോംവർക്ക് പറഞ്ഞാൽ ചെയ്യുന്നവരുണ്ടാവും. ടീച്ചർ പറയുന്ന എന്തോ അത് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. നേരെ മറിച്ച്
നേരെ മറിച്ച് ചില കുട്ടികൾ ഒന്നും പറയാ കേൾക്കാത്ത കുട്ടികളുണ്ടാവും അല്ലെ? പല കാറ്റഗറിയിൽ കുട്ടികളും ഉണ്ടാവും. പക്ഷെ ടീച്ചർ ആരെയും അങ്ങനെ പക്ഷാഭേദത്തോടെ കണ്ട് ആരെയും, അതായത് പഠിക്കാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നില്ല. ടീച്ചറുടെ ജോലി ചെയ്യുന്നുണ്ട്. അവര് പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ പ്രശ്നം. അതേപോലെ ഭഗവാൻ നമ്മുടെ കാര്യം മാത്രമല്ല, മൃഗങ്ങളുടെ കാര്യം, എല്ലാവരുടെ കാര്യം നോക്കുന്നുണ്ട്. എന്നാൽ ആരാണോ ഭഗവാനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നോക്കുന്നത്, അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കാൻ ആരാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വല്ല പ്രയത്നിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് വല്ലതും എടുക്കുന്നുണ്ടോ, അവരെ ഭഗവാൻ നോട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പൊ ക്ലാസ്സിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയെ ടീച്ചർ ഓട്ടോമാറ്റിക്കലി അവരുടെ കാര്യങ്ങൾ അവരെ നോട്ട് ചെയ്യും അല്ലെ? യെസ്, ഈ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, പറഞ്ഞ എല്ലാം കേൾക്കുന്ന കുട്ടിയാണ്, ഹോംവർക്ക് എല്ലാം ചെയ്യുന്ന കുട്ടിയാണ്. ഓട്ടോമാറ്റിക്കലി ടീച്ചറുടെ ഉള്ളിൽ ആ കുട്ടിയോടൊരു സ്നേഹം, സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്നേഹം വരും. അത് പാർഷ്യാലിറ്റി അല്ല. അതേപോലെയാണ് ഭഗവാൻ. ഭക്തിയോടുകൂടി ഭഗവാനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മറ്റുള്ളവരോടും കാരുണ്യം ഉണ്ട്, പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അവിടെ ദാമോദർ ലീലയിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രയത്നവും ഭഗവാന്റെ കാരുണ്യവും എല്ലാത്തിലും ആവശ്യമാണ്. അതുകൊണ്ട് ഭാഗവതം പഠിക്കുമ്പോൾ പോലും പഠിക്കാൻ വേണ്ടിയിട്ട്, നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ അകത്തേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ കേട്ട്, അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ കേട്ട് ഇതിലൂടെ പോകാനല്ല. ശ്രീമദ് ഭാഗവതം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ ഹൃദയം ശുദ്ധമാവാൻ വേണ്ടി. അനർത്ഥങ്ങൾ പോകുന്നു, നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു. മാത്രമല്ല, ഭക്തിർ ഉത്പത്യതേ പുംസ ശോകമോഹ ഭയാപഹ. ശോകമോഹമൊക്കെ തന്നെ പോവും, പക്ഷെ ഭക്തിയാണ് ഉള്ളിൽ വരുന്നത്. യെസ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുഴുവനും ഭാഗവത മഹാത്മ്യമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത്രമാത്രം ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഒരു നോട്ട്ബുക്കും പെന്നും ഒരു നോട്ട്ബുക്കും പെന്നിന്റെ കാര്യം പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു എന്ന് വിചാരിക്കരുത്. അതിന്റെ പ്രാധാന്യം പറഞ്ഞതാണ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന കാര്യം സിൻസിയർ ആയിട്ട് ആത്മാർത്ഥയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത്? അത് ചെയ്യുന്ന ആൾക്കാണ് കിട്ടുന്നത്. അത് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ്, അനുഭവിച്ചറിഞ്ഞവർ കുറെ പേരുണ്ട്, അത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ അത്ര സർഗ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്വന്തരേശ്വാനുകഥ നിരോധമുക്തിരാശ്രയം. ഓക്കെ, 10 വിഷയങ്ങൾ പറഞ്ഞു. ആദ്യത്തെ വിഷയം എന്താണ്? സർഗം. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, ആ വിസ്തരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണം ബലരാമനിൽ നിന്ന് ആദ്യത്തെ ചതുർവ്യൂഹം, വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ആദ്യത്തെ സംഘർഷനെ മൂലസംഘർഷം എന്ന് പറയുന്നു. ഓക്കെ, അവിടെ വരെ നമ്മൾ എത്തി. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഓക്കെ, മൂലസംഘർഷനിൽ നിന്നുള്ള വിസ്തരണമാണ് ശ്രീമൻ നാരായണൻ. ഭഗവാൻ നാരായണൻ, വൈകുണ്ഠ ലോകങ്ങളിലുള്ള നാരായണൻ. ആ ശ്രീമൻ നാരായണനിൽ നിന്ന് അടുത്ത ഒരു വിസ്തരണമുണ്ട്. അത് രണ്ടാമത്തെ ചതുർവ്യൂഹമാണ്. വീണ്ടും വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധ വരുന്നുണ്ട്. അവിടെയുള്ള സംഘർഷനെ അദ്ദേഹത്തിന്റെ പേര് മഹാസംഘർഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. കൃഷ്ണൻ, പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിസ്തരണം ബലരാമൻ, പിന്നീട് ചതുർവ്യൂഹം, വാസുദേവ, സംഘർഷൻ, ആ സംഘർഷൻ മൂലസംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധൻ. പിന്നെ ഈ മൂലസംഘർഷനിൽ നിന്നാണ് അടുത്ത വിസ്തരണം. അദ്ദേഹമാണ് ശ്രീമൻ നാരായണൻ. നാരായണനിൽ നിന്നുള്ള വിസ്തരണം രണ്ടാമത്തെ ചതുർവ്യൂഹം, വാസുദേവൻ, മഹാസംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധൻ. ഇതുവരെ എത്തി അല്ലെ? ഇനി ആ മഹാസംഘർഷനിൽ നിന്നാണ് അടുത്ത എക്സ്പാൻഷൻ. മഹാസംഘർഷനിൽ നിന്ന് വരുന്നു പുരുഷ അവതാരങ്ങൾ. ആരൊക്കെയാണ് പുരുഷ അവതാരങ്ങൾ? 3 പേരാണ്. കാരണോദകസായി വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണു, 2 ഗർഭോദകസായി വിഷ്ണു, 3 ക്ഷീരോദകസായി വിഷ്ണു. ഈ പുരുഷ അവതാരങ്ങൾ വരുന്നത് മൂലസംഘർഷനിൽ നിന്നാണ്. ഈ പുരുഷ അവതാരങ്ങളുടെ റോൾ എവിടെയാണ്? ഭൗതിക ലോകത്തിന്റെ സൃഷ്ടി, ഭൗതിക ലോകത്തിന്റെ പരിപാലനം. ഇതാണ് ഇവരുടെ ജോലി. അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ വിസ്തരണങ്ങളാണ് ഇവര് പുരുഷ അവതാരങ്ങൾ എന്ന് പറയുന്നു. പുരുഷ അവതാരങ്ങളുടെ റോൾ എന്താണ്? ഭൗതിക ലോകത്തിന്റെ മാനേജ്മെന്റ് ആണ്, സൃഷ്ടിയും പിന്നെ പരിപാലനവും. ഇതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സർഗം എന്ന് പറയുന്നത് മഹാവിഷ്ണു സൃഷ്ടിക്കുന്നത്, അതായത് ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത് മഹാവിഷ്ണുവാണ്. പിന്നെ കാര്യം ഭഗവാന്റെ വിസ്തരണമായിട്ട് വന്നു. പിന്നീട് മഹാവിഷ്ണുവാണ് ഇതിനെ കാര്യങ്ങളൊക്കെ ഭൗതിക ലോകത്തെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അദ്ദേഹമാണ് മൂലകങ്ങളെ, ഭൂമി, അപ്പോ, അനലോ, വായുർ, ഖം, മനോ, ബുദ്ധി, രേവച, അതെല്ലാം. പിന്നെ ഇന്ദ്രിയങ്ങള്, ഇന്ദ്രിയ വസ്തുക്കൾ, ഇങ്ങനെയെല്ലാം 24 മൂലകങ്ങൾ പറയും. നമ്മളതിന് ഭാഗവത്തിൽ മുന്നോട്ട് പഠിക്കും. ഓൾറെഡി ഭഗവത്ഗീതയില് പഠിച്ചിട്ടുണ്ട് അവിടെ 24 മൂലകങ്ങളെ കുറിച്ച്. അപ്പോൾ മൂലകങ്ങൾ, ഇന്ദ്രിയ വസ്തുക്കൾ, ഇന്ദ്രിയ വിഷയങ്ങൾ,
ഇന്ദ്രിയങ്ങൾ, അല്ലെ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതൊക്കെ. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. എന്താണെങ്കിലും 24 വിഷയങ്ങളുണ്ട്, 24 എലിമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൂലകങ്ങളുണ്ട്. ഇതെല്ലാം സൃഷ്ടിക്കുന്നത് മഹാവിഷ്ണുവാണ്. അതും അവിടെ മാത്രം നിൽക്കുന്നില്ല. ഇനി അതിനുശേഷം ഈ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുന്നത്, യൂണിവേഴ്സ്, നമ്മളിരിക്കുന്നത് ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രഹത്തിലാണ് ഇരിക്കുന്നത്, ഒരു പ്ലാനറ്റിലാണ് ഇരിക്കുന്നത്. ഇതേപോലെ ആയിരക്കണക്കിന് ഗ്രഹങ്ങൾ ഭൂമണ്ഡലത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനകത്തുണ്ട്, ഈ ബ്രഹ്മാണ്ടത്തിനകത്തുണ്ട്. 14 ലോകങ്ങൾ എന്ന് നമ്മൾ പറയും. 14 ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ 14 ഗ്രഹങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. 14 ലോകം ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ അതിനെ പ്ലാനറ്ററി സിസ്റ്റം എന്നാണ് പറയുന്നത്. പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രഹമല്ല, ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ടാവും, ഒരുപാട് ഗ്രഹങ്ങളും ഉണ്ടാവും. ഉദാഹരണത്തിന് ഭൂമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി മാത്രമല്ല, വേറെയുണ്ട്. അതുപോലെ സ്വർഗ്ഗലോകം എന്ന് പറഞ്ഞാൽ അവിടെയും വേറെ ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ 14 ലോകങ്ങളാണെന്ന് പറയും. 14 ലോകങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു ബ്രഹ്മാണ്ടത്തിനകത്താണ് ഇതിരിക്കുന്നത്. അതേപോലെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, മഹാവിഷ്ണു സൃഷ്ടിക്കുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ ശ്വാസം പുറത്തു വരുന്ന സമയത്ത് ശാസ്ത്രങ്ങൾ പറയുന്നു അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. ഇതാണ് സർഗം. സർഗത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഭഗവാന്റെ സൃഷ്ടി. ഇപ്പോൾ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുന്നു അദ്ദേഹം, കൂട്ടത്തിൽ 24 മൂലകങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനുശേഷം പിന്നീട് ബ്രഹ്മാവ് വരുന്നു. ബ്രഹ്മാവ് എങ്ങനെയാണ് വരുന്നത്? കാര്യം ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം മൂലകങ്ങളും ആര് സൃഷ്ടിക്കുന്നു? മഹാവിഷ്ണു സൃഷ്ടിക്കുന്നു. അതിനുശേഷം മഹാവിഷ്ണു എന്ത് ചെയ്യുന്നു? മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ വിസ്തരണമാണ്. മഹാവിഷ്ണു എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിസ്തരിക്കുന്നു. ആരായിട്ട്? ഗർഭോദകശായി വിഷ്ണുവായിട്ട്. ഗർഭോദകശായി വിഷ്ണു എന്താ ചെയ്യുന്നത്? ഗർഭോദകശായി വിഷ്ണു ഓരോ ഈ പറയുന്ന അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെങ്കിൽ, ഈവൻ കോടി എന്ന് പറഞ്ഞാൽ കണക്ക് പോലും നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അധികമുണ്ട്. നമുക്ക് എണ്ണത്തിൽ പറയാൻ പറ്റുന്നതല്ല, പക്ഷെ എന്നാലും നമ്മൾ പറയാൻ എളുപ്പത്തിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. അനേക കോടി ബ്രഹ്മാണ്ട നായകൻ എന്ന് കൃഷ്ണനെ വിളിക്കും, അല്ലെ? അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഓരോ ബ്രഹ്മാണ്ടം നമ്മളിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ടത്തിലെ ഒരു ചെറിയൊരു ഗ്രഹത്തിൽ മാത്രമാണ്, ഒരു പ്ലാനറ്റിലാണ്. ഇതേപോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തേക്കും മഹാവിഷ്ണുവിന്റെ വിസ്തരണമായിട്ടുള്ള ഗർഭോദകശായി വിഷ്ണു പ്രവേശിക്കുന്നു. അപ്പോൾ ഗർഭോദകശായി വിഷ്ണുവാണ് പിന്നെ അവിടെ ആ ബ്രഹ്മാണ്ടത്തിനകത്തിരുന്ന് അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നാണ് നമ്മുടെ അനന്തപത്മനാഭൻ ഗർഭോദകശായി വിഷ്ണുവാണ് അവിടെയുള്ളത്. ശ്രീ ഭഗവാൻ അനന്തപത്മനാഭന്റെ നാഭിയിൽ നിന്നാണ് ആര് വരുന്നത്? ബ്രഹ്മാവ് വരുന്നല്ലേ. അപ്പോൾ ആ താമരത്തണ്ടിലാണ് 14 ലോകങ്ങൾ ഉള്ളത്. അതിലെ ഏറ്റവും മുകളിലാണ് സത്യലോകത്തിൽ ബ്രഹ്മാവ് ഇരിക്കുന്നത്. ഗർഭോദകശായി വിഷ്ണുവിന്റെ റോൾ അതാണ്. അദ്ദേഹമാണ് ഈ പ്ലാനറ്റ് അല്ലെങ്കിൽ ഈ 14 ലോകങ്ങളെയും അദ്ദേഹമാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തിയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അതേപോലെ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ഗർഭോദകശായി വിഷ്ണു ഉണ്ട്. മഹാവിഷ്ണു ഒന്നേ ഉള്ളൂ. മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കാരണോദകശായി വിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ആണ്, വിസ്തരണമാണ് ഗർഭോദകശായി വിഷ്ണു. അദ്ദേഹമാണ് ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം മൂന്നാമത്തെ വിസ്തരണം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഗർഭോദകശായി കഴിഞ്ഞിട്ടുള്ള വിസ്തരണമാണ് ക്ഷീരോദകശായി എന്ന് പറയും. ക്ഷീരോദകശായി വിഷ്ണുവാണ് ഓരോ ജീവജാലങ്ങളുടെയും അകത്തും ഓരോ കണങ്ങളുടെ അകത്തും പരമാത്മാവായിട്ടിരിക്കുന്നത്. അതാണ് ക്ഷീരോദകശായി വിഷ്ണു. അദ്ദേഹമാണ് പാലാടിയിൽ കിടക്കുന്നതും. അദ്ദേഹത്തിന്റെ ക്ഷീരോദകശായി വിഷ്ണുവിന്റെ അടുത്താണ് ബ്രഹ്മാവും മറ്റുള്ള ദേവതമാരും ഒക്കെ പോകുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അസുരന്മാരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകുന്നത് ക്ഷീരോദകശായി വിഷ്ണുവിന്റെ അടുത്താണ്. ഇത്രയും മനസ്സിലാക്കുക, ഇത്രയും തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. കാര്യം രണ്ടാമത്തെ സ്കന്ധത്തിൽ നമ്മൾ സൃഷ്ടിയെ കുറിച്ച് പഠിക്കാൻ പോവാണ്, മൂന്നാമത്തെ സ്കന്ധത്തിലും പഠിക്കുന്നു. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി. അപ്പോൾ സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിന്റെ ക്രിയേഷനെയാണ് പറയുന്നത് സർഗം. ഇനി രണ്ടാമത്തെ വിസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ജോലിയാണ്. വിസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ സെക്കൻഡറി ക്രിയേഷൻ എന്ന് പറയും. അതായത് ഭഗവാൻ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്, മൂലകങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ബ്രഹ്മാവിന്റെ ജോലിയാണ് ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ മൂലകങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ജീവജാലങ്ങൾക്ക് ശരീരം കൊടുക്കുന്നു. അതേപോലെ ജീവജാലങ്ങളുടെ കർമ്മം അനുസരിച്ചിട്ട് അവർക്ക് ഓരോ ഗ്രഹങ്ങളിലേക്ക് ഈ 14 ലോകങ്ങളിൽ എവിടെയാണ് അവരെ കൊണ്ടുവെക്കേണ്ടത് അതനുസരിച്ച് കൊടുക്കുന്നു. ശരീരം, ഇപ്പൊ മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, ചെടികളുണ്ട്, മരങ്ങളുണ്ട്, അങ്ങനെ ഓരോ ശരീരങ്ങളുണ്ട്, ഓരോ ബോഡികളുണ്ട്, അല്ലെ? 84 ലക്ഷം സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച്
ബ്രഹ്മാവാണ് അതിനെ പ്ലേസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം ബ്രഹ്മാവ് ചെയ്യുന്ന ഒരു ജോലി ഒരു എഞ്ചിനീയറിന്റെ ജോലിയാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. മെറ്റൽ ആവശ്യമുണ്ട്, ഇഷ്ടിക ആവശ്യമുണ്ട്, സിമെന്റ് ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്, പിന്നെ പണിയാൻ ആളുകൾ ആവശ്യമുണ്ട്, കുറെ സംഭവങ്ങൾ ആവശ്യമുണ്ട് അല്ലെ. എന്നാൽ എഞ്ചിനീയറിന്റെ ജോലി എന്താണ്? ഇതെല്ലാം എവിടുന്നാ വാങ്ങിക്കേണ്ടത് വെച്ചാൽ അവിടുന്ന് സാധനം വാങ്ങിക്കുന്നു, ഈ മൂലകങ്ങളൊക്കെ വാങ്ങിക്കുന്നു, അതിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കെട്ടിടം പണിത് കൊടുക്കുന്നു അല്ലെ. ഇതാണ് എഞ്ചിനീയർ ചെയ്യുന്ന ജോലി. എഞ്ചിനീയർ ഉണ്ടാക്കുന്നതല്ല മെറ്റലും, എഞ്ചിനീയർ സൃഷ്ടിക്കുന്നതല്ല ഇഷ്ടികയും വെള്ളവും അല്ലെ. അദ്ദേഹം വാങ്ങിച്ചതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുന്നു. ഈ ജോലിയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത്, എഞ്ചിനീയറിന്റെ ജോലി. എന്താണോ മഹാവിഷ്ണു സൃഷ്ടിച്ചിട്ടുള്ളത് അതെല്ലാം എടുത്ത് ആവശ്യമായി ഉപയോഗിച്ച് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിഷ്ണു. അത് 2ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളത്. 3ാമത്തെ സ്കന്ധത്തിലും പറയുന്നുണ്ട് ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണും തേനെ ബ്രഹ്മഹൃദയെ ആദികവയെ. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാം, എല്ലാ അറിവുകളും ഭാഗവതവും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിന്നെ ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്, അതാണ് വിസർഗം. ബേസിക്കലി സർഗമായി വിസർഗമായി 2 വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. 3ാമത്തെ വിഷയമാണ് സ്ഥാനം. സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് 14 ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ 14 ലോകങ്ങളുടെ ഡീറ്റെയിൽസ്, അതേപോലെ ഓരോ ഭൂമണ്ഡലത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പ്ലാനറ്റ്സിനെയും പ്ലാനറ്ററി സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് വിഷയം 3ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത്. ഈ സ്ഥാനത്തെ കുറിച്ച് 5ാമത്തെ സ്കന്ധത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി സ്കന്ധം വൈസ് നമ്മളിത് പറയാം. ആദ്യം വിഷയങ്ങൾ ആദ്യം പറയട്ടെ. മൂന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞത് സ്ഥാനം. ഓക്കെ, 4ാമത്തെ വിഷയം എന്താണ്? പോഷണം. പോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ സംരക്ഷിക്കുന്നത്. അതൊരു വിഷയമാണ്. നമ്മൾ ഏത് സ്കന്ധത്തിലാണ് വരുന്നതെന്ന് പറയാം. 5ാമത്തെ ഊത്തി. ഊത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭ അശുഭ, ശുഭമായിട്ടുള്ളതും അശുഭമായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ എന്തായിരിക്കും? അത് നല്ലൊരു എക്സാമ്പിൾ ഓർത്താൽ മതി. ഹിരണ്യകശിപുവും പ്രഹ്ലാദും. ഹിരണ്യകശിപുവും അസുരൻ, പ്രഹ്ലാദാണെങ്കിൽ ശുദ്ധഭക്തൻ. നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഊത്തി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അശുഭമായിട്ടുള്ളതും ശുഭമായിട്ടുള്ളതും 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്. അതാണ് 7ാമത്തെ സ്കന്ധത്തിൽ പഠിക്കുന്നത്. ഇപ്പൊ 5 വിഷയങ്ങൾ പറഞ്ഞു. 6ാമത്തെ വിഷയം മന്വന്തര, മനുക്കൾ. 14 മനുക്കളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിലുള്ളത്. അപ്പോൾ മന്വന്തരത്തിൽ അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ 14 മനുക്കൾ വരുന്നു. അവർക്ക് ഓരോ കാലയളവുണ്ട്, അതിനുശേഷം അവർ പോകുന്നു. അപ്പോൾ മന്വന്തരത്തിൽ ഭഗവാന്റെ അവതാരങ്ങളുണ്ട്. ചില മന്വന്തരങ്ങൾ ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മന്വന്തരം എന്ന് പറയും. ഇനി പിന്നെ പറയുന്നത് ഈശാനുകഥ, ഭഗവാന്റെ കഥകൾ, വേറെ കുറച്ച് ലീലകളുണ്ട്, അത് പറയുന്നു. നിരോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സംഹാരം. അതായത് ഇതിനെക്കുറിച്ച് നമ്മൾ സ്കന്ധത്തിൽ പഠിക്കുന്നുണ്ട് അവസാനം. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിരോധ. മുക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുക്തി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആശ്രയം, ഇതാണ് അവസാനത്തെ വിഷയം. നിരോധ, മുക്തി, ആശ്രയ. ഇതൊക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കണം. 10 വിഷയങ്ങളെ പറഞ്ഞു നമ്മൾ. അത്ര സർഗ വിസർഗശ്ച സ്ഥാനം പോഷണം ഊത്തയ മന്വന്തര ഈശാനുഗത നിരോധ മുക്തിർ ആശ്രയ. ആദ്യത്തെ 2 സ്കന്ധങ്ങൾ നമ്മുടെ ആചാര്യന്മാര് പറയുന്നു. ആദ്യത്തെ 2 സ്കന്ധം ശരിക്കും പറയുകയാണെങ്കിൽ അധികാർ, അതായത് 3ാമത് ഭാഗവതം പഠിക്കാനുള്ള ഒരു പ്രിലിമിനറി ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് ആദ്യത്തെ 2 സ്കന്ധം പഠിക്കുമ്പോഴാണ്. അതായത് സർഗത്തെ കുറിച്ച് കൂടുതൽ വിശദീകരണം വരുന്നത് 3ാമത്തെ സ്കന്ധത്തിലാണ്. 3ാമത്തെ സ്കന്ധത്തിലാണ് അത് വരുന്നത്. 3ാമത്തെ സ്കന്ധത്തിലെ ഉള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ, സർഗത്തെ കുറിച്ച് പഠിച്ച് അവിടെ നിന്നൊട്ട് തുടങ്ങണമെങ്കിൽ അതിനൊരു അധികാരം വേണം, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേണം അല്ലെ. നമ്മുടെ ആചാര്യന്മാരെ പറയുന്നു ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ഒരു പ്രിലിമിനറി, ഒരു ഫൗണ്ടേഷൻ, നമ്മൾ പറയില്ലേ കെട്ടിടം കെട്ടുന്നേക്കാൾ മുമ്പ് ഒരു തറ പണിയുന്ന പോലെ. അപ്പൊ അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഭാഗവതം പഠിക്കുന്നതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്, അല്ലെങ്കിൽ തറ പണിയുന്നത് പോലെയാണ്
ബേസ് ആണ് ആക്ച്വലി ആദ്യത്തെ 2 സ്കന്ധങ്ങൾ. 3-ാമത്തെ സ്കന്ധം തൊട്ടാണ് ഈ വിഷയങ്ങൾ കാണാൻ പറ്റുന്നത്. 2-ാമത്തെ സ്കന്ധത്തിലും സർഗത്തെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട്. എന്നാൽ കൂടുതലും ഊന്നി പറയുന്നത്, പ്രോമിനന്റ് ആയിട്ട് പറയുന്നത് 3-ാമത്തെ സ്കന്ധത്തിലാണ്. അപ്പൊ സർഗം വരുന്നത് 3-ാമത്തെ സ്കന്ധം. നോട്ട് ചെയ്യുന്നവര് നോട്ട് ചെയ്യാം. ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ഫൗണ്ടേഷൻ, അധികാർ, അതായത് ഇനിയുള്ള സ്കന്ധങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരമാണ് നമ്മൾ നേടുന്നത്, ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് കാണാം. വിഷയങ്ങൾ തുടങ്ങുന്ന സർഗം തുടങ്ങുന്ന 3-ാമത്തെ സ്കന്ധം മുതൽ. വിസർഗം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ബ്രഹ്മാവ് എങ്ങനെയാണോ ജീവജാലങ്ങളെ പിന്നെ കർമ്മം അനുസരിച്ച് ഓരോ ശരീരം കൊടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനെ വിസർഗം എന്ന് പറയുന്നു. ഇപ്പൊ എത്ര വിഷയങ്ങളായി? വിസർഗം പറയുന്നു. വിസർഗം എവിടെ വരുന്നു? 4-ാമത്തെ സ്കന്ധത്തിലാണ്. 3-ാമത്തെ സ്കന്ധത്തിൽ സർഗം, വിസർഗം 4-ാമത്തെ സ്കന്ധം. പിന്നെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പ്ലാനറ്റുകളൊക്കെ, ഈ പറയുന്ന പ്ലാനറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രഹങ്ങളാവാം, അല്ലെങ്കിൽ ഭൂമണ്ഡലം, ഇതെല്ലാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. 5-ാമത്തെ സ്കന്ധത്തില് ഒരുപാടുണ്ട് ഇത് പഠിക്കാൻ. ഹൈ ലെവലാണത്. ഹൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജംബുദ്വീപിനെ കുറിച്ചും, അതായത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വേറൊരു സബ്ജക്റ്റ് ആണ്, സയൻസ് പോലെ ഒരു സംഭവമാണ്. അപ്പൊ അതായത് കോസ്മോളജി എന്ന് പറയും, കോസ്മിക് സയൻസ് ആണത്. ആ കാര്യങ്ങളൊക്കെ വരുന്നത് സ്ഥാനം എന്ന് പറയുന്നത് 5-ാമത്തെ സ്കന്ധത്തിലാണ്. 5-ാമത്തെ സ്കന്ധം പറഞ്ഞു, സ്ഥാനവും പറഞ്ഞു. ഇനി 6-ാമത്തെ സ്കന്ധത്തിൽ വരുന്ന എന്താണ്? പോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ. അപ്പോൾ 6-ാമത്തെ സ്കന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലീല വരുന്നു, അജാമിളന്റെ ലീല. ഭഗവാൻ എങ്ങനെയാണ് അജാമിളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതവിടെ കാണുന്നുണ്ട്. പോഷണത്തെ കുറിച്ച് പറയുന്നു 6-ാമത്തെ സ്കന്ധത്തിൽ. 7-ാമത്തെ സ്കന്ധത്തിലെ ഊതി ഞാൻ പറഞ്ഞു ഓൾറെഡി, ശുഭാശുഭമായിട്ടുള്ള 2 വിഷയങ്ങൾ വരുന്നത്, അതായത് ഹിരണ്യകശിപു, പ്രഹ്ലാദ്, 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തികൾ. ഊതി അത് 7-ാമത്തെ സ്കന്ധത്തിൽ. മന്വന്തര 8-ാമത്തെ സ്കന്ധത്തിലാണ്. ഈശാനുഗത വരുന്നത് 9-ാമത്തെ സ്കന്ധത്തിലാണ്. ഈശാനുഗത 9-ാമത്തെ സ്കന്ധത്തിലാണ് നമ്മൾ അംബരീഷ് മഹാരാജാവിന്റെ ചരിത്രം പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രനെ കുറിച്ച് ആക്ച്വലി രാമായണത്തിന്റെ ചെറിയ ഒരു 2 ചാപ്റ്ററിലായിട്ട് ശുകദേവ ഗോസ്വാമി പറയുന്നുണ്ട്. കുറച്ച് അധികം പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ശ്രീരാമന്റെ അവതാരത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് അവതാരങ്ങളുണ്ട് അവിടെ. അതാണ് ഈശാനുഗത, 9-ാമത്തെ സ്കന്ധം. പിന്നെ 10ലേക്ക് പോകുന്നേക്കാൾ മുമ്പ് 12ലേക്ക് പോവാം. നിരോധ എന്ന് പറയുന്നതാണ് 12-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത്. നിരോധ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സംഹാരത്തെക്കുറിച്ചും കലിയുഗം വരുന്നതിനെ കുറിച്ചും, കലിയുഗം എന്ന് പറഞ്ഞാൽ കലിയുഗം വന്ന് കലിയുഗത്തിന്റെ അവസാനം എന്തൊക്കെയായിരിക്കും അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സ്കന്ധമാണ് നിരോധ, അല്ലെങ്കിൽ 12-ാമത്തെ സ്കന്ധം. അതാണ് വിഷയം. നിരോധ പറയുന്നത്, പ്രതിപാദിക്കുന്നത് 12-ാമത്തെ സ്കന്ധത്തില്. പിന്നെ മുക്തിയെ കുറിച്ച് കൂടുതൽ ഊന്നി പറയുന്നത് 11-ാമത്തെ സ്കന്ധത്തിലാണ്. 11-ാമത്തെ സ്കന്ധത്തിലാണ് ഉദ്ധവഗീത വരുന്നത്. കൃഷ്ണനും ഉദ്ധവനും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഭഗവത്ഗീതയുടെ ഹൈ ലെവലാണ് ഉദ്ധവഗീത. കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ. അപ്പോൾ മുക്തി വരുന്നത് 11-ാമത്തെ സ്കന്ധം. ഇനി ബാക്കിയുള്ളത് എന്താണ്? ആശ്രയമാണ്, അല്ലെ? ആശ്രയം എന്ന് പറയുന്നതാണ് 10-മസ്കന്ധം. നമ്മുടെ എല്ലാവരുടെയും ആശ്രയമാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനാണ് നമ്മുടെ ആശ്രയം. അദ്ദേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 10-ാമത്തെ സ്കന്ധം. 10-ാമത്തെ ദശമസ്കന്ധം എന്ന് പറയുന്നത് ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ദശമസ്കന്ധമാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അല്ലെങ്കിൽ അതിന് ഏകദേശം 90 അധ്യായങ്ങളാണ് ഉള്ളത്. 90 അധ്യായമുണ്ട് ദശമസ്കന്ധത്തിന്. ഭാഗവതം മുഴുവൻ എടുക്കുവാണെങ്കിൽ 30% മേലെ ദശമസ്കന്ധമാണ്. എല്ലാം ഭഗവാന്റെ ലീലകളാണ്, കൃഷ്ണലീലകൾ മാത്രമേ ഉള്ളൂ. കൃഷ്ണന്റെ ആവിർഭാവം മുതൽ അവസാനം വരെ ഉണ്ട്. 90 അധ്യായങ്ങളായിട്ട്. അതിൽ ആദ്യത്തെ 40 അധ്യായങ്ങൾ വൃന്ദാവനത്തിലെ ആദ്യത്തെ 40 അധ്യായത്തിനുള്ളിൽ വൃന്ദാവനം, മഥുരയെ കാണാം. അതിനുശേഷം പിന്നെ ദ്വാരകയിലുള്ള ലീലകളൊക്കെയാണ് പറയുന്നത്. ദശമസ്കന്ധമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഹൃദയം, ഭാഗവതത്തിന്റെ ഹൃദയം എന്ന് പറയുകയാണെങ്കിൽ ദശമസ്കന്ധമാണ്. പക്ഷെ ദശമസ്കന്ധത്തിലേക്ക് എത്തണമെങ്കിൽ 1-ാമത്തെ സ്കന്ധം മുതൽ പഠിച്ചു പോകണം. ഇതാണ് അതിന്റെ വഴി. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. പ്രഭുപാദ് പല സ്ഥലങ്ങളും പറയുന്നുണ്ട്.
കാര്യം അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അധികാരം ഉണ്ടാവില്ല. നമുക്ക് ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ ലീലകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള യോഗ്യത നമുക്ക് ഇല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ തെറ്റിദ്ധരിക്കും. ഭഗവാനാണ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ ലീലകൾ കേൾക്കുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ കാണും. അത് വലിയൊരു അപരാധമാണ്. അത് ആർക്കാണ് പ്രശ്നം? നമുക്ക് തന്നെയാണ്. ആരാണോ അങ്ങനെ കാണുന്നത് അവർക്കാണ് പ്രശ്നം. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആചാര്യസ് എല്ലാവരും പറയുന്നത്. ഇനി ഇതാണ് 10 വിഷയങ്ങളും ഏതൊക്കെ സ്കന്ധങ്ങളിലാണ് ഈ വിഷയങ്ങൾ വരുന്നതെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഭഗവാന്റെ ശരീരമായിട്ട് പറയുന്നു. ഭഗവാന്റെ ശരീരം മുഴുവനും ഭാഗവതമായിട്ട് എടുക്കുവാണെങ്കിൽ ആചാര്യന്മാര് പറയുന്നു ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് ആദ്യത്തെ സ്കന്ധവും രണ്ടാമത്തെ സ്കന്ധവും. ഭഗവാന്റെ തുടഭാഗമാണ് മൂന്നാമത്തെ സ്കന്ധവും നാലാമത്തെ സ്കന്ധവും. 2 തുടകൾ, 2 തൃപ്പാദങ്ങൾ, 1, 2 സ്കന്ധങ്ങൾ, 3, 4 സ്കന്ധങ്ങൾ അദ്ദേഹത്തിന്റെ തുടഭാഗം. 5ാമത്തെ സ്കന്ധം വരുന്നത് അദ്ദേഹത്തിന്റെ പൊക്കിൾ ഭാഗം. 6ാമത്തെ സ്കന്ധം വരുന്നത് ഭഗവാന്റെ നെഞ്ച്, ചെസ്റ്റ് ഭാഗം. 7ഉം 8ഉം വരുന്നത് ഭഗവാന്റെ 2 കൈകൾ. 9ാമത്തെ സ്കന്ധം വരുന്നത് അദ്ദേഹത്തിന്റെ തൊണ്ട ഭാഗം. അതേപോലെ 11ാമത്തെ സ്കന്ധം വരുന്നത് ഭഗവാന്റെ ബുദ്ധി, ഇന്റലിജൻസ്. 12ാമത്തെ സ്കന്ധം പറയുന്നത് തലയാണ്. 10ാമത്തെ സ്കന്ധം പറയുന്നത് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മുഖമാണ്. ചിരിക്കുന്ന മുഖം, അങ്ങനെയാണ് പറയുന്നത് ആചാര്യന്മാര്. ആ ചിരിക്കുന്ന സ്മിതത്തോട് 11ാമത്തെ ബുദ്ധി, 12 തല. ഒന്നുകൂടെ പറയാം. ഓക്കെ, ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങൾ, 3, 4, 3ാമത്തെ സ്കന്ധം 4ാമത്തെ സ്കന്ധം അദ്ദേഹത്തിന്റെ 2 തുടകൾ, തുടഭാഗം. 5ാമത്തെ സ്കന്ധം അദ്ദേഹത്തിന്റെ പൊക്കിൾ. 6ാമത്തെ സ്കന്ധം അദ്ദേഹത്തിന്റെ നെഞ്ച് ഭാഗം, മാർ. 7, 8 2 കൈകൾ. 9 അദ്ദേഹത്തിന്റെ തൊണ്ടഭാഗം. 10 അദ്ദേഹത്തിന്റെ സുന്ദരമായിട്ടുള്ള ചിരിക്കുന്ന മുഖം. 11 അദ്ദേഹത്തിന്റെ ബുദ്ധി. 12 തലഭാഗം. ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഭാഗവതം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് ഭാഗവതത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. എന്തൊക്കെയാണ് അതിൽ പറയുന്ന വിഷയങ്ങൾ. ഭഗവാനും, അതായത് ഭാഗവത്തെ ഭഗവാനായിട്ട് കാണണം എന്നുള്ളത് മനസ്സിലാക്കണം. ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത് എന്തിനാണ്? ഭാഗവതവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള കാര്യം ഒന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപമ പറയുന്നത്. നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു തരുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നതാണ് ഇതെല്ലാം ശാസ്ത്രങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ആദ്യത്തെ ശ്ലോകം ആരംഭിക്കാം. ആദ്യത്തെ ശ്ലോകം എവിടെ വരെ നമ്മൾ എത്തുമെന്ന് അറിയില്ല. കുറെ കാര്യങ്ങൾ ഭാവാർത്ഥം നോക്കുവാണെങ്കിൽ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ശ്രീമദ് ഭാഗവതം നിങ്ങളിൽ കുറച്ചു പേർക്കൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചു പേരുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഭാഗവതം ഉള്ളവർക്ക് ശ്ലോകങ്ങൾ വായിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഞാൻ ശ്ലോകം വായിക്കും, അതിനുശേഷം ഒരാൾക്ക് ശ്ലോകം വായിക്കാം. അതേപോലെ വേറെ രണ്ടാമത്തെ ഭക്തന് വിവർത്തനം വായിക്കാം. അങ്ങനെ ആദ്യത്തെ ശ്ലോകം പഠിക്കുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഭാവാർത്ഥം ക്ലാസ്സിൽ വായിക്കുന്നുണ്ടാവില്ല. ഭാവാർത്ഥത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും നമ്മൾ ചർച്ച ചെയ്യും, പക്ഷെ അത് വായിക്കുന്നുണ്ടാവില്ല. കാര്യം ഭാവാർത്ഥം ചിലപ്പോൾ വലുപ്പം കൂടുതലുണ്ടാവും. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കുറച്ച് താമസം വരും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശ്ലോകം വായിക്കുക, ഒരാള് വിവർത്തനം വായിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഒരു ഡിവോട്ടി ശ്ലോകം വായിക്കുന്നു, അടുത്ത രണ്ടാമത്തെ ശ്ലോകം ആകുമ്പോൾ അവർ വായിക്കുന്നു, പിന്നെ വിവർത്തനം വായിക്കുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുസ്തകം ഉള്ളവർ കയ്യിൽ വെക്കുക. എല്ലാവർക്കും അവസരം കിട്ടും. പക്ഷെ എല്ലാ ക്ലാസ്സിലും എല്ലാവർക്കും അവസരം കിട്ടുമെന്ന് അറിയില്ല. കാര്യം നമ്മൾ എത്രമാത്രം ശ്ലോകങ്ങൾ കവർ ചെയ്യുന്നുണ്ടെന്ന് അതനുസരിച്ചിരിക്കും. എന്നാലും നമ്മളത് നോട്ട് ചെയ്ത് വെക്കുന്ന, കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുള്ളവർ അല്ലാതെ വേറെ ആർക്കെങ്കിലും അടുത്ത ക്ലാസ്സിൽ ചാൻസ് കിട്ടും. അങ്ങനെ ഇത് റൊട്ടേഷൻ ആയിട്ട് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ആരൊക്കെയാ വായിക്കുന്നത് നോക്കി. ഇനിയിപ്പോ വേറെ അഡീഷണലി വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, അത് നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഓരോരുത്തരായിട്ട് നമുക്ക് വായിച്ചു പോവാം. എല്ലാവർക്കും അവസരം കിട്ടും, പക്ഷെ ആ ഒരു നമ്പർ അനുസരിച്ചിട്ടായിരിക്കും അത് എപ്പോൾ കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ,
ഉള്ള സമയമാണെങ്കിൽ വായിക്കുക, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് ചാൻസ് പോകും, പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വരുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പുസ്തകമുള്ളവർ കയ്യിൽ വെക്കുക, ഭാഗവതമുള്ളവർ കയ്യിൽ വെക്കുക, അതേപോലെ നോട്ട്ബുക്കും പേനയും കയ്യിൽ വെക്കുക. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ ശ്ലോകം ഒന്ന് ഇവിടെ ആരംഭിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ചില ശ്ലോകങ്ങളിൽ. അപ്പോൾ ക്ഷമയോടുകൂടി നമ്മൾ കാണണം. ഭഗവാന്റെ ലീലകളൊക്കെ ഈ ആദ്യത്തെ സ്കന്ധത്തില് ഭഗവാന്റെ കുറെ ലീലകളുണ്ട്. മധുരയിലെ ലീലകളും അതേപോലെ ദ്വാരകയിലെ ലീലയും ഹസ്തിനാപുരത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസകരമായിട്ടുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ അത് കണ്ട് പേടിക്കേണ്ട. പ്രത്യേകിച്ചും രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ രണ്ടാമത്തെ സ്കന്ധത്തിൽ സൃഷ്ടിയെക്കുറിച്ചും വിസർഗവും വിസർഗവും ഒക്കെ പറയുന്നത് കുറെ. അപ്പോൾ അവിടെ കുറച്ച് ഹൈ ആയിട്ട് നമുക്ക് തോന്നും, ഹൈ ലെവലാണെന്ന് തോന്നും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ക്ഷമയോടുകൂടി തത്വങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ലീലകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ തത്വം കൂടെ അതിൽ വരണം. തത്വം കൂടെ വരുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് ലീല ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ചൈതന്യ ചരിതാമൃതത്തിലും പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഒരിക്കലും ആലസ്യം കാണിക്കരുത്, മടി കാണിക്കരുത് തത്വങ്ങൾ പഠിക്കുന്ന സമയത്ത്. കഥകൾ മാത്രമല്ല തത്വങ്ങളും പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചില ഭാഗങ്ങൾ അങ്ങനെ തോന്നുവാണെങ്കിൽ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുമായിരിക്കും ഒരുപക്ഷെ. അതൊന്നും ആലോചിച്ച് ടെൻഷൻ വേണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ, ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കുന്നു. ഇനി ചില കാര്യങ്ങൾ നമ്മുടെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഭഗവാൻ എങ്ങനെയാണ് പറയുന്നത്, വ്യാസദേവൻ എങ്ങനെ പറയുന്നു, ശുകദേവ ഗോസ്വാമി എങ്ങനെയാണ് പറയുന്നത്, അതേപോലെ നമ്മളത് സ്വീകരിക്കുക. പക്ഷെ മിക്കവാറും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളാനുള്ള ഒരു കാര്യം സാധിക്കും. കാര്യം അത്രമാത്രം നമ്മുടെ ആചാര്യന്മാർ അതിന് പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പറയുന്നുണ്ട്. ശാസ്ത്രങ്ങൾ ഭഗവാനെ കുറിച്ച്, ഭാഗവതമാവട്ടെ ഭഗവത്ഗീത ആവട്ടെ, എല്ലാത്തിലും ഇപ്പൊ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതും ഹരികഥയാണ്. ഭഗവാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗവതും ഹരികഥയാണ്. അപ്പോൾ ഹരികഥ ശാസ്ത്രങ്ങൾ ഓൾറെഡി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ, പറയാനുള്ളത് ഓൾറെഡി വ്യാസദേവൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഗുഹ്യമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്നത് നമ്മുടെ ആചാര്യന്മാരാണ്. ആചാര്യന്മാർ ഇതിനെ പഠിച്ച് മനസ്സിലാക്കി അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അവരുടെ വെളിപ്പെടലുകൾ, അവരുടെ ടീക്ക അല്ലെങ്കിൽ കമന്ററി, അവരുടെ ഭാവാർത്ഥമായിട്ട് അവർ എഴുതും. അപ്പോൾ അത് നമ്മുടെ പ്രഭുപാദ ഭാവാർത്ഥം എഴുതി തന്നിട്ടുള്ളത് പോലെ ശീല സനാതൻ ഗോസ്വാമി, ശീല ജീവ ഗോസ്വാമി, ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ, ഇവരൊക്കെ നമ്മുടെ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ആചാര്യനുണ്ട്, ശ്രീധർ സ്വാമി. അദ്ദേഹം ഗൗഡീയ വൈഷ്ണവൻ അല്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരുപാട് ബഹുമാനം കൊടുത്തിരുന്നു. അദ്ദേഹത്തെ പറയും ഒറിജിനൽ കമന്റേറ്റർ എന്നാണ് വിളിക്കുന്നത്. ശ്രീധർ സ്വാമി ഒരുപാട് വർഷങ്ങൾ മുമ്പ്, അദ്ദേഹം 1000 വർഷത്തിന് മുമ്പ് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഗൗഡിയാചാര്യന്മാരെക്കാളൊക്കെ ഒരുപാട് മുമ്പ്, മഹാപ്രഭുവിനേക്കാൾ മുമ്പ് അദ്ദേഹം ഉണ്ടായിരുന്നു. ശ്രീധർ സ്വാമി, അദ്ദേഹത്തിന്റെ ഭാവാർത്ഥമുണ്ട്. അതേപോലെ വല്ലഭാചാര്യര്, പുഷ്ടിമാർഗം വല്ലഭാചാര്യരുടെ കമന്ററി ഉണ്ട് ഭാഗവതത്തിൽ. അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓത്തന്റിക് ആയിട്ടുള്ളതാണ്. നമ്മുടെ പ്രഭുപാദ എന്താണ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ, പ്രഭുപാദ ഇതെല്ലാം റെഫർ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ആചാര്യന്മാരുടെ എല്ലാവരുടെയും ഭാവാർത്ഥങ്ങൾ അദ്ദേഹം റെഫർ ചെയ്ത് പഠിച്ച് പറയുന്നു. പ്രഭുപാദ ട്രാൻസ്ലേഷന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടേബിളിന്റെ മുകളിൽ മിനിമം 10-11 ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ടാവും, അവരുടെ ഭാവാർത്ഥങ്ങളുണ്ടാവും. അത് വായിക്കുന്നു, ഓരോന്ന് റെഫർ ചെയ്യുന്നു, ഓരോ ശ്ലോകം നോക്കുന്നു. ആ ശ്ലോകത്തിൽ എന്താണ് ശീല ജീവഗോസ്വാമി പറഞ്ഞിട്ടുള്ളത്, എന്താണ് ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറഞ്ഞിട്ടുള്ളത്, അത് നോക്കി അതിൽ വേണ്ടതായിട്ടുള്ള പോയിന്റ്സ് എല്ലാം എടുത്ത് ശീല പ്രഭുപാദ് ഭക്തിവേദാന്ത പർപ്പോട്ടില് ഭക്തിവേദാന്ത ഭാവാർത്ഥത്തിൽ എഴുതി തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആചാര്യന്മാരുടെ കമന്ററി അല്ലെങ്കിൽ അവരുടെ ഭാവാർത്ഥങ്ങളിലേക്ക് പോവേണ്ട ആവശ്യം വരുന്നില്ല ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ. കാര്യം ആവശ്യമുള്ളതെല്ലാം പ്രഭുപാദ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നാലും പ്രഭുപാദ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അതായത് നമുക്ക് ശരിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ
ഈ പുസ്തകം പഠിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ആചാര്യന്മാരുടെ പുസ്തകങ്ങളും പഠിക്കാം എന്നുള്ളത്. പക്ഷെ അതിന് സമയമില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രഭുപാദന്റെ ഭാവാർത്ഥം മാത്രം മതി, ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം മാത്രം മതി. ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാനും ഭഗവാന്റെ സേവനം കിട്ടാനും അത് മാത്രം മതി. കാരണം പ്രഭുപാദ് അങ്ങനെയാണ് അത് എഴുതി തന്നിട്ടുള്ളത്. എല്ലാം ഉണ്ട് അതിനകത്തിൽ. നമുക്ക് പഠിക്കാനുള്ള ലെസണുകളും ഉണ്ട്. എന്തൊക്കെ ലെസൺസ് ആണ് ഉള്ളത്, പഠിക്കാനുള്ള പാഠങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അതിനെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പ്രഭുപാദ് അത് പറയുന്നുണ്ട്. ശ്ലോകത്തിന്റെ വിശദീകരണം പറയുന്നുണ്ട്. പിന്നെ ഓരോ വാക്ക് ഒന്ന് നോക്കൂ, ശ്ലോകത്തിന്റെ ഓരോ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. അത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, സിനോണിംസ്. മലയാളത്തിലാണെങ്കിലും ഉണ്ട് ഓരോ വാക്കുകളുടെ അർത്ഥം. ഇതൊക്കെ എവിടെയുണ്ടാവും? അപ്പൊ പ്രഭുപാദ് ഒരുപാട് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതായിരുന്നു, നമ്മൾ നല്ല രീതിയിൽ ഇത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹം നമ്മൾ, പ്രഭുപാദിന്റെ സന്തോഷം നമ്മൾ കാണണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. അപ്പൊ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക നമ്മളെല്ലാവരും. ഇന്നത്തെ ഇനി സമയം അധികമില്ല നമ്മുടെ കയ്യിൽ, എന്നാലും ഉള്ള സമയത്ത് നമ്മൾ ആദ്യത്തെ ശ്ലോകം വായിക്കുന്നു. ശ്ലോകം വായിക്കും, വിവർത്തനവും നമ്മളൊന്ന് വായിക്കുന്നു. അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഓവറോൾ ആയിട്ട് ഞാൻ പറയാൻ നോക്കാം. പക്ഷെ എന്നാലും കൂടുതൽ വിശദീകരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്നു. ശ്ലോകം വായിക്കാം. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വ്യാസദേവൻ എഴുതുന്നത് ഓം നമോ ഭഗവതെ വാസുദേവായ. ഓരോ ശ്ലോകങ്ങളും സംസ്കൃതത്തിൽ അതിന് ഛന്ദശാസ്ത്രം എന്ന് പറയും. ഛന്ദശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിലബിൾസ് അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ വെച്ച് ഓരോ ഛന്ദങ്ങളുണ്ട്. ആ ഛന്ദത്തിൽ ഇപ്പോൾ അനുഷ്ടുപ് ഛന്ദ എന്ന് കേട്ടിട്ടുണ്ടാവും. അനുഷ്ടുപ് ഛന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 അക്ഷരങ്ങൾ ടോട്ടൽ വരുന്നതാണ് അനുഷ്ടുപ് ഛന്ദ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര അനുഷ്ടുപ് ഛന്ദത്തിലാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. അതേപോലെ നമ്മുടെ ഭഗവത്ഗീതയിലെ മിക്കവാറുള്ള ശ്ലോകങ്ങളെല്ലാം, എല്ലാ ശ്ലോകങ്ങളും സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അതിനെ ഒരു ഛന്ദം എന്ന് പറയും. അതായത് അങ്ങനെ ഒരുപാട് ഛന്ദങ്ങളുണ്ട്. അതിനെ ഇംഗ്ലീഷിൽ മീറ്റർ എന്ന് പറയും, സംസ്കൃതത്തിലെ ഇപ്പോൾ അക്ഷരങ്ങളുടെ. അതുകൊണ്ടാണ് ചില ശ്ലോകങ്ങൾ ചെറുതും ചില ശ്ലോകങ്ങൾ വലുതും കാണും, അല്ലെ? അപ്പോൾ ഓരോ ശ്ലോകങ്ങൾക്കും സംസ്കൃത നമ്മുടെ ആചാര്യന്മാരുടെ പ്രകാരം ജീവഗോസ്വാമിയും മറ്റുള്ള ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ഛന്ദം അല്ലെങ്കിൽ ഓരോ മീറ്റർ അനുസരിച്ച്, അതിന്റെ വലുപ്പം അനുസരിച്ച് അതിനൊരു പ്രത്യേകത ഒരു ട്യൂണും നമുക്ക് മെലഡിയും പറഞ്ഞു തരുന്നുണ്ട്. നമുക്കതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാനുള്ള ഒരു ചിലപ്പോൾ കഴിവില്ലെങ്കിൽ സാരമില്ല. എന്നാലും നമ്മൾ വായിക്കുമ്പോൾ പറ്റും, അത് പ്രോപ്പറായിട്ട് നമുക്കത് വായിക്കാൻ പറ്റുമെങ്കിൽ, ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചൊല്ലുന്ന മെലഡി ആയിരിക്കില്ല നിങ്ങൾക്ക് അറിയാവുന്നത്, അല്ലെങ്കിൽ ചൊല്ലുന്ന രീതി ആയിരിക്കില്ല നിങ്ങൾ ചൊല്ലുന്നത് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക്, അതായത് അക്ഷരങ്ങൾ മിസ്സാവാതെ അതിനെ പ്രോപ്പറായിട്ട് ആ ഒരു മെലഡിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അത് നമ്മൾ നോക്കിയാൽ നല്ലതാണ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്ലോകം ചൊല്ലുമ്പോഴും അതിൽ ഭഗവാന്റെ സന്തോഷം വേണം. അപ്പൊ നമ്മൾ വെറുതെ ജന്മാദ്യസ്യേതോ എന്മയാ ഇതരതശ്ചാർത്തേഷു അഭിജ്ഞസ്വരാട്ട് എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അത് കുറച്ചൊരു ട്യൂണോട് കൂടി വായിക്കുമ്പോൾ അതിനൊരു മാധുര്യം കൂടും, അല്ലെ? അപ്പോൾ നമ്മൾ പാട്ട് എഴുതി, കവിത എഴുതിയിട്ട് എഴുതിയത് വായിക്കുമ്പോഴും അതൊരു ട്യൂണിൽ പാടുമ്പോഴും ഏതാണ് കൂടുതൽ സന്തോഷം ഭഗവാൻ ഉണ്ടാവുക? മാധുര്യമുള്ളത് ട്യൂണിൽ പാടുമ്പോഴാണ്. അതുപോലെ ചില ശ്ലോകങ്ങളിൽ വലിയ ശ്ലോകങ്ങളുണ്ട് ഭാഗവത്തിൽ, അത് നമുക്ക് ഒരു ട്യൂണിലും കൊണ്ടുവരാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത രീതിയിൽ ഉള്ള ശ്ലോകങ്ങളുണ്ട്. അതെങ്ങനെ ചൊല്ലണമെന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റക്കാവും. അല്ലാത്ത പക്ഷം പറ്റുന്നതൊക്കെ ആണെങ്കിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ ചൊല്ലാൻ നോക്കാം. എനിവേ, ഓക്കെ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ജന്മാദ്യസ്യ യദോന്മയാത് ഇതരതശ് ഛാർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം
സത്യം പരം ധീമഹി. ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ് വ്യാസദേവന്റെ. അപ്പോൾ ഞാൻ പേര് വായിക്കാം. പുസ്തകം ഭാഗവതം കയ്യിലുണ്ടെങ്കിൽ വായിച്ചോളൂ. GK നായർ പ്രഭു ഉണ്ടോ? പ്രഭു ഹരേ കൃഷ്ണ. യെസ്, ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുപരമ്പര കി ജയ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്യദാദിതരതശ്ചാർത്തേഷഭിജ്ഞാസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ വൃഷാ ധാമ്നാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വിവർത്തനം കൂടെ വായിക്കാം. ഷീബ മാതാജി, സോറി വസന്ത മാതാജി, വസന്ത മാതാജിക്ക് ശ്ലോകത്തിന്റെ വിവർത്തനം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തന ശ്രീ പ്രഭാത് കി ജയ്. അല്ലയോ വാസുദേവസുതനായ എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലയോ സർവവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷനെ, ഞാൻ അങ്ങേക്ക് ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെയും ആദികാരണഭൂതനും പരമസത്യവുമാകയാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുന്നു. എല്ലാ ആവിർഭാവങ്ങളെയും കുറിച്ച് ഭഗവാൻ പ്രത്യക്ഷമായും പരോക്ഷമായും ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല, ഭഗവാൻ ഉപരിയായി യാതൊരു കാരണവും ഇല്ലാത്തതിനാൽ ഭഗവാൻ സർവസ്വതന്ത്രനുമാകുന്നു. ആദ്യ ജീവാത്മാവായ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രഥമമായി വേദജ്ഞാനം നിവേശിച്ചതും ഭഗവാനാകുന്നു. അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയെയും മിഥ്യാദർശനം നടത്തി സംഭ്രാന്തരായവരെ പോലെ ഉത്കൃഷ്ടരായ ഋഷിമാർ, ദേവന്മാർ എന്നിവർ പോലും ഭഗവാനാൽ വ്യാമോഹിതരായി തീരുന്നു. പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രതിപ്രവർത്തനം ഇവ നിമിത്തം താൽക്കാലികമായി പ്രകടമാകുന്ന ഭൗതിക പ്രപഞ്ചങ്ങൾ അയഥാർത്ഥമാണെങ്കിലും വാസ്തവമാണെന്ന തോന്നലിന് കാരണവും അങ്ങ് തന്നെ. അതിനാൽ ഭൗതിക ലോകത്തിലെ മായയിൽ നിന്നും നിത്യവിമുക്തമായ അതീന്ദ്രിയയാമത്തിൽ ശാശ്വതനായി നിലകൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ഏകാഗ്രചിത്തനായി പൂജിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പരമ സത്യമാകയാൽ ഞാൻ അദ്ദേഹത്തെ ധ്യാനിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഈ ശ്ലോകവും ശ്ലോകത്തിന്റെ വിവർത്തനവും കൊണ്ട് പേടിക്കണ്ട, ഭാവാർത്ഥവും കൊണ്ട് പേടിക്കണ്ട. കുറച്ച് വലുപ്പമുണ്ട്. പക്ഷെ ആദ്യത്തെ 3 ശ്ലോകങ്ങളെ ഇങ്ങനെയുള്ളൂ. അതിനുശേഷം പിന്നെ ഈ ഒരു അധ്യായം കുറച്ചും കൂടെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു 3 ശ്ലോകങ്ങളിൽ ആക്ച്വലി പറയുന്നു ശ്രീമദ് ഭാഗവതത്തിലേക്കുള്ള എൻട്രിയാണ്. ആക്ച്വലി വ്യാസദേവൻ ഭാഗവതം എഴുതാൻ തുടങ്ങുവാണ്. അദ്ദേഹം ആദ്യം തന്നെ ആ പരമസത്യം എന്താണോ, ഭഗവാൻ ആരാണ് എന്നുള്ളത്, ഭഗവാന്റെ ആ സ്ഥാനം കാണിച്ചു തന്ന്, പരമദൈവോത്തമ പുരുഷനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു കാര്യം ഭാഗവതത്തിൽ പറയാൻ പോകുന്ന വ്യക്തി ആരാണ്, ആരെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ഭഗവാനെ കുറിച്ചാണ്. അപ്പോൾ ആ വ്യക്തി ആരാണെന്നുള്ളത് ആദ്യം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. ആര്? വ്യാസദേവൻ. കൃഷ്ണനാണ് പരമസത്യം, പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനാണ് എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങുവാണ് അദ്ദേഹം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു മന്ത്രം അല്ലെ? ഓംകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ സർവവേദേഷു, ഓം മന്ത്രം അല്ലെ? ഓം മന്ത്രം ശരിക്കും പറയുകയാണെങ്കിൽ അത് ഭഗവാന്റെ നാമം തന്നെയാണ്. ഒരുപാട് ശക്തിയുണ്ട് ഓമന്. ഓം മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. അതുകൊണ്ട് വേദമന്ത്രങ്ങളിലൊക്കെ ഓംകാരം ഉപയോഗിക്കുന്നത് കാണാം അല്ലെ? നമ്മളിപ്പോൾ അത് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളെയും കൊണ്ടുവരുന്നു. ഭഗവാന്റെ നാമം തന്നെയാണ് ഓം. അതുകൊണ്ട് തന്നെ ഓം നമോ, ഓം എന്ന് പറയുന്ന ഓംകാര മന്ത്രത്തെ ഇവിടെ പറയുന്നു, വ്യാസദേവനെ എടുത്ത് പറയുന്നു, ചൊല്ലുന്നു. അതിനുശേഷം അദ്ദേഹം നമോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമസ്കരിക്കുന്നു, ഭഗവാന്റെ മുമ്പിൽ പ്രണാമം സമർപ്പിക്കുന്നു. അദ്ദേഹം
ഭാഗവതം എഴുതാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഭഗവാന്റെ അനുഗ്രഹം വേണം അല്ലെ? അപ്പോൾ ഓം നമോ ഭഗവതേ, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഭഗവതേ, ഭഗവാനെ വിളിക്കുന്നു. ഓ ഭഗവാൻ, ആരാണ് ഭഗവാൻ? വാസുദേവായ, വാസുദേവൻ എന്നാണ് ഭഗവാനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ഓം എന്ന് പറഞ്ഞാൽ പ്രണവ മന്ത്രമാണെന്ന് പറഞ്ഞു. നമോ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നു. ഭഗവതേ, ഭഗവാനെ, വാസുദേവായ, വാസുദേവൻ ഭഗവാൻ കൃഷ്ണൻ. ഓക്കെ, വാസുദേവൻ എന്ന് പറയുന്ന കൃഷ്ണന്റെ പേരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വാസുദേവന് ഒരുപാട്, ആക്ച്വലി വാസുദേവൻ, നമ്മുടെ ആചാര്യന്മാര് വാസുദേവൻ എന്ന് പറയുന്ന ആ ഒരു പേരിന് ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്ച്വലി അത് നമ്മുടെ ഭാഗവതത്തിലില്ല, ആചാര്യന്മാരുടെ പുസ്തകങ്ങളിൽ അവര് പറയുന്നതാണ്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ കുറച്ച് അർത്ഥങ്ങൾ നമ്മൾ നാളെ പഠിക്കാം. നല്ല നല്ല രസകരമായിട്ടുള്ളതാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ് ഭഗവാന്റെ വാസുദേവൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ. വേറെ വേറെ ഡിഫറെന്റ് അർത്ഥങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. കൃഷ്ണൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കുറച്ചു പേർക്ക് അറിയുന്നുണ്ടാവും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലെ? അപ്പോൾ ഒരുപാട് മീനിങ്സ് ഉണ്ട്. അതേപോലെ ആകർഷിക്കപ്പെടുന്നവൻ, അതൊരർത്ഥം മാത്രം. അതേപോലെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതേപോലെ വാസുദേവൻ എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ ആചാര്യന്മാര് പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ മാത്രമായി ഇത് കാണുകയുള്ളൂ, ഓം നമോ ഭഗവതേ വാസുദേവായ. അതുകൊണ്ട് നാളെ കുറച്ച് സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, ആചാര്യന്മാർ ഇതിൽ വാസുദേവൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതിൽ ഇറങ്ങിച്ചെന്ന് അതിൽ അർത്ഥങ്ങൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ നേരെ ശ്ലോകത്തിൽ പോവാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ വാസുദേവൻ എന്ന് പറയുന്ന ആ ഭഗവാന്റെ നാമത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ കുറച്ച് അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുടങ്ങാം. അത് പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ബാക്കി ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നാളെ കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു സംശയം പ്രഭു, ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്ന പ്രഭു, പിന്നെ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണോ വരുന്നത്, അതോ ഭഗവാന്റെ വിസ്തരണമാണോ? ഒരു 3 പുരുഷാവതാരങ്ങൾ. ആക്ച്വലി ആ 3 എക്സ്പാൻഷൻസ് ആണ്. ആദ്യം കാരണോദകശായി വിഷ്ണു, മഹാവിഷ്ണു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിസ്തരണമാണ് ഗർഭോദകശായി വിഷ്ണു. ഗർഭോദകശായി വിഷ്ണുവിൽ നിന്ന് പിന്നെ ക്ഷീരോദകശായി വിഷ്ണു. അവതാരങ്ങൾ പറയുമ്പോൾ പുരുഷാവതാരങ്ങൾ. ഗർഭോദകശായി വിഷ്ണുവിന്റെ വിസ്തരണമാണ് അല്ലെ? അല്ല, അതിൽ തന്നെ അതോ മഹാവിഷ്ണു? ഈ 3 വരുന്നു ഇല്ലയോ? അവര് 3 പേരും പുരുഷാവതാരങ്ങൾ എന്ന് വിളിക്കും. അങ്ങനെ വിസ്തരണം എന്ന് നമ്മൾ പറയുന്നത് കാര്യം ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് അല്ലെ? ഒരാള് എല്ലാം സൃഷ്ടിക്കുന്നു, രണ്ടാമത്തെ ആള് ബ്രഹ്മാണ്ടത്തിനകത്ത് പ്രവേശിക്കുന്നു, ഇതെല്ലാം 14 ലോകങ്ങളെ നിർത്തുന്നു, അല്ലെങ്കിൽ അതിനെ താങ്ങി നിൽക്കുന്നതാണ് ഗർഭോദകശായി വിഷ്ണുവാണ്. ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നതും ഗർഭോദകശായി വിഷ്ണുവാണ്. അതിനുശേഷം പിന്നെ പരമാത്മാവായിട്ട് ഭഗവാൻ വിസ്തരിച്ചില്ലെങ്കിൽ എല്ലാം ജഡമായി മാറുന്നു അല്ലെ? ഭഗവാന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, പരമാത്മാവായിട്ട് ഭഗവാൻ ഇല്ലെങ്കിൽ എല്ലാം ജഡമാണ്. അപ്പോൾ അതിനുവേണ്ടി ഭഗവാന്റെ ഒരു വിസ്തരണമാണ് ക്ഷീരോദകശായി വിഷ്ണുവായി പരമാത്മാവായിട്ട് എല്ലാ ചരാചരങ്ങളിലും അദ്ദേഹം വരുന്നു. ശരി പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. സോ താങ്ക് യു, എല്ലാവരോടും നന്ദി പറയുന്നു. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ഇന്നത്തെ ഡിസ്കഷനിൽ ബാക്കി രണ്ടാമത്തെ ചതുർവ്യൂഹം പറഞ്ഞില്ലേ, അതിന്റെ ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ. ആദ്യം ധനലക്ഷ്മി മാതാജി കഴിഞ്ഞിട്ട് ദീപ മാതാജിയിലേക്ക് വരാം. രണ്ടാമത്തെ ചതുർവ്യൂഹം വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇത് തന്നെ പേര് സെയിം ആണ്. അവിടുത്തെ സംഘർഷനെ പറയുന്നു മഹാസംഘർഷൻ എന്നാണ് പറയുന്നത്. ആ മഹാസംഘർഷനിൽ നിന്നാണ് പിന്നെ പുരുഷാവതാരങ്ങൾ വരുന്നത്. നമ്മൾ പറഞ്ഞ ഓക്കെ മാതാജി, ധനലക്ഷ്മി മാതാജി.
നേരത്തെ ഒന്ന് പ്രഭു പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. പ്രഭു സദാശിവം വരുന്നു അങ്ങനെയൊന്നോ പറഞ്ഞു. മാതാജി ഭക്തിശാസ്ത്രി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞതായിരിക്കും. നോ പ്രോബ്ലം. സദാശിവൻ വരും. ആക്ച്വലി സംഘർഷത്തിൽ നിന്ന് വരുന്നുണ്ട് സദാശിവൻ. അതുകൊണ്ടാണ് മഹാദേവൻ ജീവതത്വമല്ല. മഹാദേവൻ സംഘർഷണമാണ്. മഹാസംഘർഷണം. താങ്ക് യു. ദീപ മാതാജിക്ക് എന്താ വെച്ച സംശയം ഉണ്ടായിരുന്നു, ചോദിക്കൂ. ദീപ മാതാജി. ഓക്കെ. നാളെ എത്ര മണിക്കാ പ്രഭു ക്ലാസ്? എല്ലാ ദിവസവും ഇതേ സമയത്താണ്. ഹരേഷ്ണ പ്രഭുജി, ഒരു സംശയമുണ്ട്. ഓക്കെ, ഹരേഷ്ണ പ്രഭു, നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ 10 വിഷയങ്ങളില് 9ാമത്തെ മുക്തി, 10ാമത്തെ ആശ്രയം, അത് ഏത് സ്കന്ധാന്ന് ശരിക്കും കേട്ടില്ല. 10ാമത്തെ സ്കന്ധം ആശ്രയം. ഓക്കെ. മുക്തി വരുന്നത് 11ാമത്തെ സ്കന്ധം. താങ്ക് യു പ്രഭുജി. ഹരേഷ്ണ. ഓക്കെ. ഇനി വേറെ ജയന്ത മഹാലക്ഷ്മി മാതാജി, എന്തെങ്കിലും ഡൗട്ട്സ് ആണോ? ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. എനിക്ക് ഇത് തന്നെ ഈ നമ്മുടെ ഇതിനെ പറ്റി പറഞ്ഞത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ 4th നിന്നാണ് എഴുതിയത്. വിഷയങ്ങൾ 10 വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ? അതെ. സർഗ വിസർഗ രണ്ടായി. ഓക്കെ. സർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി ഭഗവാന്റെ, വിസർഗം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സൃഷ്ടി. അതായത് ബ്രഹ്മാവ് ചെയ്യുന്നതിന് വിസർഗം എന്ന് പറയും. ഭഗവാൻ ചെയ്യുന്ന മൂലകങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതും ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഭഗവാനാണ്. അതിന് സർഗം എന്ന് പറയും. സർഗ വിസർഗ. 3ാമത്തെ സ്ഥാനം. സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകങ്ങളൊക്കെ, ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്, ഗ്രഹങ്ങളുണ്ട്, 14 ലോകങ്ങളുണ്ട്. അപ്പൊ അതിലുള്ള ഓരോ ഇപ്പൊ സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാൻ പോകുന്നത്. സ്ഥാനം ആക്ച്വലി 5ാമത്തെ സ്കന്ധത്തിലാണ് അത് വരുന്നത്. അപ്പൊ 4ാമത്തെ എന്താണ് പ്രഭു? ഏത് 4ാമത്തെ സ്കന്ധം? 4ാമത്തെ സ്കന്ധമാണോ ഉദ്ദേശിക്കുന്നത്? പോഷണം. 4ാമത്തെയാണ് സ്ഥാനം എന്ന് പറഞ്ഞ പോലെ എഴുതിയിരിക്കുന്നത്. അല്ല, 4ാമത്തെ വിഷയം പോഷണം. സ്കന്ധം വ്യത്യാസമുണ്ട്. പോഷണം 6ാമത്തെ സ്കന്ധമാണ്. ആ മാപ്പിംഗ് വ്യത്യാസമുണ്ട്. ഇവിടെ 10 വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ മാപ്പിംഗും പറഞ്ഞു, എങ്ങനെയാണ് ഏത് സ്കന്ധത്തിലാണുള്ളതെന്ന്. ഞാൻ ഒന്നുകൂടെ പറയാം. എല്ലാവരും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതണമെങ്കിൽ എഴുതി വെക്കാം. ആദ്യത്തെ സർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഗ വിസർഗ 10 വിഷയങ്ങൾ. അത് ഏതിലൊക്കെ വരുന്നതെന്ന് പറയാം. സർഗം വരുന്നത് 3ാമത്തെ സ്കന്ധത്തിലാണ്. ഓക്കെ, അത് ഓർക്കണം. കാര്യം ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ഞാൻ പറഞ്ഞു ഫൗണ്ടേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എല്ലാ കാര്യങ്ങളും കുറച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന 10 വിഷയങ്ങളെ കുറിച്ചും ഒരു ചെറുതായിട്ട്, ഇപ്പൊ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഭഗവത്ഗീതയുടെ ഒരു സംഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ചാപ്റ്ററിനെ, 2ാമത്തെ ചാപ്റ്ററിൽ അല്ലെ. അപ്പോൾ അവിടെ കുറച്ച് ഭക്തിയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, കുറച്ച് ജ്ഞാനയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ കുറച്ച് ധ്യാനയോഗത്തെ കുറിച്ചും ചെറുതായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ ആദ്യത്തെ 2 സ്കന്ധങ്ങളിൽ ഒരു ഫൗണ്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു തുടക്കമാണ്, എല്ലാത്തിന്റെയും ഒരു അധികാരം. അവിടെ അത് പഠിക്കുമ്പോഴാണ് നമുക്ക് 3ാമത്തേലേക്ക് കയറാൻ പറ്റുന്നത്. എല്ലാത്തിന്റെയും ഒരു തുടക്കത്തിന് വേണ്ടി ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. 3ാമത്തെ സ്കന്ധം മുതലാണ് സർഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. 3ാമത്തെ സ്കന്ധം സർഗം, വിസർഗം 4ാമത്തെ സ്കന്ധം, 5ാമത്തെ സ്കന്ധം സ്ഥാനം, 6ാമത്തെ സ്കന്ധം പോഷണം, 7ാമത്തെ സ്കന്ധം ഊതി, പിന്നെ 8ാമത്തെ സ്കന്ധം മന്വന്തര, 9 ഈശാനുകഥ. ഓക്കെ. പിന്നെ 10 ആശ്രയമാണ്, 11 മുക്തി, 12 നിരോധ. എനിക്ക് ഇപ്പോഴും 3ാമത്തെ കിട്ടിയില്ല പ്രഭു. ഓക്കെ. 3ാമത്തെ സർഗം. തുടങ്ങുന്നത് 3ാമത്തെ സ്കന്ധത്തിലാണ്. ഈ 10 വിഷയങ്ങളെ നമ്മുടെ ആചാര്യന്മാര് പറയുന്നു പ്രോമിനന്റ് ആയിട്ട്. കാര്യം ആചാര്യന്മാര് പറയുന്നത്, ജീവഗോസ്വാമിയുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കന്ധങ്ങളിലും ഈ 10 വിഷയങ്ങളും കുറച്ച് വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും ഒരു സബ്ജക്റ്റില് അല്ലെങ്കിൽ ഒരു സ്കന്ധത്തില് ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ?
അങ്ങനെ അതാണ് സർഗത്തിന് ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ സ്കന്ധത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡിവിഷനും പറയുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭുജി. അഞ്ചാമത്തെ പ്രഭുജി പറഞ്ഞത് ഫൂതിയാണ്, ആറാമത്തെ പറഞ്ഞത് ഉദയ എന്നാണ്. അഞ്ചാമത്തെ വിഷയമല്ലേ, വിഷയല്ലേ പറയുന്നത്? ഊത്തയ എന്ന് ശ്ലോകത്തിൽ പറയുന്നു. ഊത്തി എന്നാണ് ആ വാക്ക് നമ്മൾ പറയുമ്പോൾ. ശ്ലോകത്തിൽ ഉത്തയ എന്ന് പറയുന്നു. ഊത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ശുഭാശുഭമായിട്ടുള്ള രണ്ട് വിഷയങ്ങൾ. ഏഴാമത്തെ സ്കന്ധത്തിലാണ് പ്രതിപാദിക്കുന്നത്. സ്കന്ധം പ്രഭുജി 7. ഏഴാമത്തെ സ്കന്ധം അത് ഫൂതി അല്ലേ? ഏഴാമത്തെ സ്കന്ധത്തിൽ വരുന്നേ ഏഴാമത്തെ ഊതിയാണ് പറയുന്നത്. ഉദി ഏതില് വരും? ഊത്തിയും ഊത്തയ്യ രണ്ടും സെയിം തന്നെ. ശ്ലോകത്തിൽ അത് ഊത്തയ്യ എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ എന്താണ് ഊത്തയ്യ, അത് സംസ്കൃതത്തിൽ അങ്ങനെ എഴുതുന്നു. ഊത്തി എന്ന് പറയുന്നതും ഊത്തയ്യ രണ്ടും ഒന്ന് തന്നെ. രണ്ടും ഏഴാമത്തെ സ്കന്ധമാണ്. രണ്ടും ഒന്നാണ് മാതാജി. ഊത്തിയും ഊത്തയും സെയിം ആണ്. ഓക്കെ, പറയുന്നത് ഏഴാമത്തെ സ്കന്ധത്തിലാണ്. പ്രഹ്ലാദനെയും ഹിരണ്യകശിപുവിനെയും ഓർത്താ മതി. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഫൈനൽ ധനലക്ഷ്മി മാതാജിക്ക് എന്തോ ലാസ്റ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, എന്റെ ഇത് ഭാഗവതം സെറ്റ് ഉണ്ട് പ്രഭുജി. മാതാജിക്ക് വായിക്കാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും പേരില്ല. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ പേര് ഇപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ റൊട്ടേഷൻ കഴിയുമ്പോൾ എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും പേരില്ല. അങ്ങനെ ഭാഗവതം ഉള്ളവർ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലിസ്റ്റിലെ പേര് എഴുതാം. അപ്പോൾ പിന്നെ നമുക്ക് അത് പിന്നെ കണ്ടിന്യൂസ്ലി ഒരു ചാൻസ് കിട്ടും. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, എന്തായാലും പ്രഭുവിനെ, ആദികർത്ത പ്രഭുവിനെ അറിയുന്നവര് പ്രഭുവിനെ അറിയിക്കുക. ആ ഗ്രൂപ്പില് അറിയിച്ചാൽ മതി. എന്നെ പേഴ്സണലി അറിയുന്നവരാണെങ്കിൽ എന്നെ അറിയിച്ചോളൂ. ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേ രാധേ. സമയമായിരിക്കുന്നു. നമ്മുടെ കണ്ണന്നൂർ ഗൗരാചന്ദ്ര ഒരു ക്ഷേത്രത്തിന്റെ ഇനോഗ്രേഷൻ നാളെ ഉണ്ട്. സെറമണിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട്